സ്വർണ്ണക്കൊള്ള വിവാദങ്ങൾക്കിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പുതിയ ഭരണസമിതി ചുമതലയേറ്റു. പ്രസിഡന്റായി ചുമതലയേറ്റ് കെ ജയകുമാറും ബോർഡ് അംഗമായി കെ രാജുവും സത്യപ്രതിജ്ഞ ചെയ്തു. വിശ്വാസം വ്രണപ്പെടുത്താതിരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുമെന്ന് ജയകുമാർ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിൽ മണ്ണന്തല ചെഞ്ചേരി ഗാന്ധിപുരം മോർത്തി ബന്ധത്തിൽ എം കൃഷ്ണൻ നായർ മകൻ 73 വയസ്സുള്ള കെ ജയകുമാർ എന്ന ഞാൻ ക്ഷേത്രാരാധനയിലും ഈശ്വരനിലും വിശ്വസിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്നേ ദിവസം ചുമതലയേറ്റു. സ്ഥാനമൊഴിഞ്ഞ PS പ്രശാന്ത് അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. VS അനുവാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. VS അനു, എന്തായാലും സത്യപ്രതിജ്ഞ ചടങ്ങുകൾ അവിടെ പൂർത്തിയായിരിക്കുകയാണ്. നേരത്തെ ജയകുമാർ തന്നെ പറഞ്ഞതുപോലെ ഒരു സങ്കീർണമായ ഘട്ടത്തിലാണ് ഈ സത്യപ്രതിജ്ഞയൊക്കെ നടക്കുന്നത്. പ്രത്യേകിച്ചും ശബരിമല തീർത്ഥാടനമൊക്കെ അടുത്തിരിക്കുന്നു. ഇത്രമാത്രം വിവാദങ്ങൾ ഒക്കെയുള്ളൊരു സാഹചര്യം കൂടിയാണ്. എങ്ങനെയാണ് ഇന്ന് ചടങ്ങുകൾ പുരോഗമിച്ചത്? അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ചില ഒരു പരാമർശം, അതായത് വിശ്വാസികളുടെ വിശ്വാസം വ്രണപ്പെടാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കും എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. അതായത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉയർന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണാൻ ശ്രമിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു നിലപാട്. ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് ഇപ്പോൾ സംസാരിക്കും. ഏതായാലും കെ ജയകുമാറും അതുകൂടാതെ തന്നെ കെ രാജുവും ഇരുവരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളായി, ഭരണസമിതി അംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. സ്വാതി, സ്വർണ്ണക്കൊള്ള വിവാദങ്ങൾക്കിടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പുതിയ ഭരണസമിതി ഇപ്പോൾ ചുമതലയേറ്റിരിക്കുന്നത്. പ്രസിഡന്റായി കെ ജയകുമാറും ബോർഡ് അംഗമായി കെ രാജുവും സത്യപ്രതിജ്ഞ ചെയ്തു. വിശ്വാസം വ്രണപ്പെടാതിരിക്കാൻ ഉള്ള സാഹചര്യം സൃഷ്ടിക്കുമെന്നാണ് ജയകുമാർ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പറഞ്ഞത്. സ്ഥാനമൊഴിഞ്ഞ PS പ്രശാന്ത് അടക്കമുള്ള ആളുകളും ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. ഈ വലിയ വിവാദങ്ങളും കേസ് അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണിപ്പോൾ ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ്. ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഇപ്പോൾ പുതിയ ആളുകളുടെ സത്യപ്രതിജ്ഞ എല്ലാവരും നോക്കി കാണുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ശബരിമല മണ്ഡല തീർത്ഥാടനം അടക്കം അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, വരാനിരിക്കുന്ന സാഹചര്യത്തിൽ കാര്യക്ഷമമായിട്ട് കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകുവാൻ പുതിയ ഭരണസമിതി സാധിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും